സണ്ണിവേൻ ഇവിടെ ഇപ്പുണ്ട്. സണ്ണിവേൻ സണ്ണിയുണ്ട്, ഇത് കണ്ട. ഞാനുണ്ടല്ലോ. എന്ത് പറ്റി? ഗ്രിഗറി, എനിക്ക് തോന്നുന്ന ഗ്രിഗറി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, എനിക്കൊരു പണി തന്നായിരിക്കും. പിന്നെ വന്നത് വളരെയധികം സന്തോഷം. വിജയുടെ ഒരു ഫാനായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. അതായത് നമ്മളിലെ ഇപ്പം ഞാനും ഫാനാണ്. അങ്കമാലിക്കാരനായിട്ടാണ് അങ്കമാലി ഡയറീസ് സിനിമയിൽ അഭിനയിച്ചത്. വളരെയധികം സന്തോഷം. പറയാനുള്ളത് നമ്മുടെ പോക്കിരി സൈമൺ എന്ന സിനിമയിൽ ഞാൻ പക്ക തിരുവനന്തപുരംകാരനായിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്കമാലി ഡയറീസിൽ ടെണ്ണമ്മൽ തോമസ്, ഇപ്പോൾ പോക്കിരി സൈമണിൽ മൂസ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യുന്നു. കഥാപാത്രത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. വിജയുടെ ഒരു ഫാനായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. അതായത് നമ്മളിലെ ഇപ്പം ഞാനും ഫാനാണ്. നമ്മുടെ കഥ പറയാണ്. സിനിമ നമ്മളിപ്പോൾ ഇന്ന് ഷൂട്ട് തുടങ്ങിയിരിക്കും. ഇന്ന് പൂജ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രസകരമായ ഒരു സിനിമയായിരിക്കും. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, ലെറ്റ്സ് വാച്ച് ദ മൂവി ആൻഡ് ഐ ക്യാൻ സേ ദാറ്റ് എവറി ഫാൻ ഈസ് എ ഹീറോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ്. പോക്കിരി സൈമൺ എന്ന സിനിമയുടെ പൂജയുടെ സെറ്റിലാണ്. ഇന്ന് നമ്മുടെ സിനിമ തുടങ്ങും ഇവിടെ. ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് സണ്ണിവേനാണ്. ഇതിൻ്റെ ഡയറക്ടർ ജിജോ ആൻ്റണിയാണ്. സണ്ണിവേൻ ഇവിടെ ഇപ്പുണ്ട്. സണ്ണിവേൻ സണ്ണിയുണ്ട്, ഇത് കണ്ട. ഞാനുണ്ടല്ലോ. എന്ത് പറ്റി? ഗ്രിഗറി, എനിക്ക് തോന്നുന്ന ഗ്രിഗറി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, എനിക്കൊരു പണി തന്നായിരിക്കും. എന്തായാലും സന്തോഷമുണ്ട്. ഇന്ന് ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് ഈ പണി ഇനി ഒരു 45 ദിവസം എനിക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കില്ല സണ്ണിവേൻ ഹീറോ. സണ്ണിവേൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുമല്ലേ? ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് അത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ വന്നത് വളരെയധികം സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്ന് ഈ പൂജ സമയത്ത് ഞാനിവിടെ നിൽക്കുന്നത്. കാര്യം എൻ്റെ ആദ്യ സിനിമ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ ഞാൻ അപ്പാനി രവിയായി കഥാപാത്രം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ ഒരു അങ്കമാലിക്കാരനായിട്ടാണ് അങ്കമാലി ഡയറീസ് സിനിമയിൽ അഭിനയിച്ചത്. വളരെയധികം സന്തോഷം. പറയാനുള്ളത് നമ്മുടെ പോക്കിരി സൈമൺ എന്ന സിനിമയിൽ ഞാൻ പക്ക തിരുവനന്തപുരംകാരനായിട്ടാണ്. അതായത് എൻ്റെ നാട് തിരുവനന്തപുരമാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരംകാരനായിട്ടാണ് ഞാൻ പോക്കിരി സിനിമയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു വിജയ് ഫാൻസാണ്. പുള്ളിക്കാരന് ഓട്ടോ ഡ്രൈവറാണ്. ഒരു മോളുണ്ട്, ഫാമിലി ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. അപ്പോൾ പുള്ളി എപ്പോഴും വിജയ് ഫാൻസാണ്. വിജയുടെ സിനിമ റിലീസിന് അന്ന് തന്നെ പോയി കാണും. വിജയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. വിജയ്ക്ക് വേണ്ടി ഫ്ലെക്സ് വയ്ക്കുകയും വിജയ്ക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു കടുത്ത വിജയ് ആരാധകനാണ്. നമസ്കാരം, ഞാൻ ബിറ്റോ ഡേവിസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്കമാലി ഡയറീസിൽ ടെണ്ണമ്മൽ തോമസ്, ഇപ്പോൾ പോക്കിരി സൈമണിൽ മൂസ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യുന്നു. ഒരു യൂബർ ടാക്സി ഡ്രൈവറായിട്ടാണ്. കുഴപ്പമില്ല. ഇവരൊരു കൂട്ടത്തിലുള്ള സണ്ണിയുടെയും ശരത്തിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇതാണ്. കാര്യം ഈ സിനിമയുടെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ഫാൻസുകാരുമായിട്ട് അതെല്ലാ ആൾക്കാരുടെയും ഫാൻസുമായിട്ട് കണ്ടു. അപ്പം എത്രത്തോളം ഒരു നടനോട് അല്ലെങ്കിൽ ഒരു താരത്തോട് ഇവർക്ക് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഇവരൊന്നും പ്രതീക്ഷിക്കാതെ ഇവർ ഒരു സ്വാർത്ഥതയില്ലാതെ എത്രത്തോളം ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ ഇഷ്ടതാരത്തിൻ്റെ വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. പോക്കിരി സൈമൺ എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും അവരുടെ കഥ പറയുന്ന ഒരു സിനിമയായിരിക്കും. ഈ സിനിമ അവരുടേതാണ്. എല്ലാ തരം പ്രേക്ഷകർക്കും വളരെയേറെ സന്തോഷത്തോടെ ഒരു വളരെ എൻ്റർടൈനിങ് മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. വളരെ ലൈറ്റായിട്ട് വളരെ ഒരു ഫൺ എൻ്റർടൈൻമർ മൂവിയാണ്. അതിനകത്ത് നമുക്കറിയാവുന്ന കൂട്ട് കേരളത്തിലുള്ള വിജയ് ഫാൻസുകാരുടെ ഒരു വളരെ ഒറിജിനലായിട്ടുള്ളൊരു കഥ പറയുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇത് ഒരു വിജയ് ഫാൻസിൻ്റെ കഥയാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം ഒരു നടനെ താരമാക്കുന്നതും താരത്തെ സൂപ്പർ താരമാക്കുന്നതും ഒക്കെ തന്നെ വളരെ നിസ്വാർത്ഥരായിട്ട് പ്രവർത്തിക്കുന്ന ഫാൻസാണ്. അപ്പോൾ എല്ലാ ഫാൻസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു മാസ് എൻ്റർടൈനർ ജോണറിലുള്ളൊരു സിനിമയാണ് പോക്കിരി സൈമൺ.